ഹായ് ഫ്രണ്ട്സ്, ദ സീ ഓഫ് നോളജിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ പരിചയപ്പെടാൻ പോകുന്ന ഒരു ആൻഡ്രോയിഡ് ആപ്പാണ്. ഒരു വിസിറ്റിംഗ് കാർഡ് നമുക്ക് എങ്ങനെ സ്വന്തമായിട്ട് നമ്മുടെ ഫോണിൽ നിർമ്മിക്കാം. അതിനായിട്ട് നമുക്കൊരു ആപ്പ് ആവശ്യമുണ്ട്. ബിസിനസ് കാർഡ് മേക്കർ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ നമ്മുടെ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. ഓക്കെ, നമുക്ക് തുടങ്ങാം. അതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതിനോടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ എല്ലാത്തിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, തുറക്കാം. നമുക്ക് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് പ്ലേ സ്റ്റോറിൽ ബിസിനസ് കാർഡ് മേക്കർ എന്ന് ടൈപ്പ് ചെയ്യാം. ഇവിടെ നമ്മൾ ഫ്രീ വെർഷൻ എന്നുള്ളത് ഈ മൂന്നാമത് കാണുന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇത് ഇൻസ്റ്റാൾ ചെയ്യുക. നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരുന്നത്. നമുക്ക് ഏത് ലാംഗ്വേജ് വേണമെന്നുള്ളത് സെലക്ട് ചെയ്യാം. ഇംഗ്ലീഷ് തന്നെ സെലക്ട് ചെയ്യാം. ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഈ ക്രിയേറ്റ് എന്നുള്ളതിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ഡൗൺലോഡിലുള്ളത് ഇവിടെ നമ്മൾ ഇതിൽ ഡൗൺലോഡ് ചെയ്ത വിസിറ്റിംഗ് കാർഡുകളാണ് കാണുന്നത്. ഈ സേവ് എന്നുള്ളതിൽ നമ്മൾ സേവ് ചെയ്ത വിസിറ്റിംഗ് കാർഡുകൾ സേവ് എന്നുള്ളതിൽ കാണും. നമുക്കിതിലിപ്പം വേണ്ടത് ക്രിയേറ്റ് ന്യൂ എന്ന അതിലാണ്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിലേക്ക് നമുക്ക് പല രീതിയിലുള്ള ഡിസൈൻസുകൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. BG എന്നതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ളൊരു ഡിസൈൻ നമുക്കിലേക്ക് ആഡ് ചെയ്യാം. അതിലേക്ക് ഫസ്റ്റിൽ കാണുന്നത് ആഡ് ചെയ്തു. ഇതിന് നമുക്ക് ഇനി വേണമെങ്കിൽ ഇതിൻ്റെ കളർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇഷ്ടമുള്ള കളർ ആഡ് ചെയ്യാൻ പറ്റും. പല കളറുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള കളർ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഞാൻ എൻ്റെ ഒറിജിനൽ കളർ തന്നെ ആഡ് ചെയ്തു. ഇതിലേക്ക് നമ്മളിനി ഈ ക്ലോസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് വരും. ഇവിടെ നമുക്കിനി ഐക്കോൺ നോക്കാം. ഇതിലേക്ക് നമുക്ക് ആദ്യം നമ്മുടെ നെയിമാണ് വേണ്ടത്. നെയിമിന് വേണ്ടി നമുക്ക് കോൺടാക്റ്റിൻ്റെ സിമ്പിൾ കൊടുത്തു. ഇതിൻ്റെ സൈസ് ശകലം വലുതാക്കി. ഇതിൻ്റെ കളർ നമുക്ക് ചേഞ്ച് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ളൊരു കളർ കൊടുക്കാം. നമുക്കൊരു റെഡ് കൊടുക്കാം. റെഡ് കൊടുത്തു, ക്ലോസ് ചെയ്തു. അടുത്ത ഐക്കോൺ നമുക്ക് വേണ്ടത് ഫോണിൻ്റെയാണ്. നമുക്ക് ഫോൺ നമ്പറാണ് വേണ്ടതെങ്കിൽ ഫോൺ നമ്പർ. ഇത് ശകലം ഇതിനെ കളർ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇതിന് റെഡ് തന്നെ കൊടുക്കാം. ഒരേ റെഡ് ആയതുകൊണ്ട് റെഡ് തന്നെ എല്ലാം കൊടുക്കാം. ഇഷ്ടമുള്ള കളർ കൊടുക്കാൻ പറ്റും. വേറെ ഇതിനകത്തുള്ള ഏതെങ്കിലും കളർ കൊടുക്കാൻ പറ്റും. നമുക്ക് റെഡ് കൊടുത്തു. ഇത് ഓക്കെ. ഇനി ക്ലോസ് കൊടുത്തു. അടുത്ത ഐക്കോൺ എടുക്കാം. ജിമെയിൽ കൊടുക്കാം. ഇതിൽ സെലക്ട് ചെയ്തു. മെയിലിൻ്റെ ഐക്കോൺ സെലക്ട് ചെയ്തു. അതിന് ശകലം വലുതാക്കി. ഇതിന് കളർ നമുക്ക് റെഡ് തന്നെ കൊടുക്കാം. ഇതും ക്ലോസ് ചെയ്തു. അടുത്ത ഐക്കോൺ നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് കൊടുക്കാം. വെബ്സൈറ്റിന് ഇതെടുത്ത് സെലക്ട് ചെയ്തു. ഇത് നമുക്ക് സൈസിന് ഇമ്പ്രൂവ് ചെയ്തു. ഇനി നമുക്ക് കളർ ചേഞ്ച് ചെയ്യാം. നമുക്ക് റെഡ് തന്നെ കൊടുത്തു. ഞാൻ ഒരേ കളർ എല്ലാം കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് പല കളർ കൊടുക്കുക. ഇതിനകത്ത് ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. ഞാൻ ഒരേ കളർ അങ്ങ് കൊടുക്കുന്നതേ ഉള്ളൂ. ഓക്കെ, അതും ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ പേര് കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്യാം. അതിനായിട്ട് നമ്മൾ ഇവിടെ എൻ്റെ പേര് ഞാൻ ടൈപ്പ് ചെയ്യണം. നമുക്ക് ഇതിന് നേരെ നമുക്കിതിൻ്റെ സൈസ് സ്റ്റൈല് എന്ത് വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം. സ്റ്റൈല് ചേഞ്ച് ചെയ്യാം. ഈ സ്റ്റൈല് കൊടുത്തു. ഓക്കെ, കളർ നമുക്ക് ചേഞ്ച് ചെയ്യാം. കളർ ബ്ലാക്ക് തന്നെ ഇരിക്കട്ടെ. ഇഷ്ടമുള്ള കളർ നമുക്ക് ചേഞ്ച് ചെയ്യാം. കളർ ഞാൻ ബ്ലാക്ക് തന്നെ വെച്ചു. ക്ലോസ് ചെയ്തു. അടുത്ത ഫോൺ നമ്പർ നമുക്ക് ടൈപ്പ് ചെയ്യാം. നമ്പറിൻ്റെ നമുക്ക്
സ്റ്റൈൽ ചേഞ്ച് ചെയ്യാം. അടുത്ത് നമുക്ക് അവിടെ ജിമെയിൽ കൊടുക്കാം. ഫോണ്ട് സൈസ് ചെറുതാക്കണം. എന്നു വെച്ചാൽ സ്റ്റൈല് ചേഞ്ച് ചെയ്യും. സൈസ് ശകലം കൂടി ചെറുതാക്കാം. ഓക്കെ. അടുത്ത് നമുക്ക് വെബ്സൈറ്റ് ആഡ് ചെയ്യാം. ആഡ് ചെയ്തു. ഇത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് സ്റ്റൈലൊന്ന് ചേഞ്ച് ചെയ്യാം. അതിൻ്റെ സ്റ്റൈൽ ചേഞ്ച് ചെയ്തു. നമുക്കിനി ഒരു ലോഗോ കൊടുക്കാം. ഇഷ്ടമുള്ളൊരു ലോഗോ കൊടുക്കാൻ പറ്റും. ജസ്റ്റ് ഈ ലോഗോ കൊടുത്തു. സൈസ് നമുക്ക് ചെറുതാക്കാം. സെറ്റിംഗ് ആൻഡ് സ്റ്റൈൽ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് സേവും ചെയ്യാം. ഒരു നെയിം കൊടുത്ത് സേവ് ചെയ്യുക. നമ്മുടെ കാർഡ് സേവ് ആയിട്ടുണ്ട്. നമുക്കിത് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് വെക്കാം. ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. എന്നുള്ളത് പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഡൗൺലോഡ് ആയി കിട്ടുന്നതായിരിക്കും. ക്രിയേറ്റ് ചെയ്ത വിസിറ്റിംഗ് കാർഡാണിത്. ഇത് നമുക്ക് പ്രിൻ്റ് എടുക്കാം ഫോണിൽ നിന്ന് തന്നെ. ഇല്ലെങ്കിൽ നമുക്കിത് വാട്സപ്പിൽ ഫേസ്ബുക്കിലോ എവിടോട്ട് വേണമെങ്കിലും നമുക്കിത് ഷെയർ ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് വാട്സപ്പിൽ ഷെയർ ചെയ്യുകയാണ്. നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത വിസിറ്റിംഗ് കാർഡാണിത്. പക്ഷേ സിമ്പിളായിട്ട് ഞാനിത് ക്രിയേറ്റ് ചെയ്യുന്നേ ഉള്ളൂ. ഇത് സ്റ്റൈലായിട്ട് വേറെ രീതിയിൽ നമുക്കിത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സ്റ്റുഡിയോയിൽ പോയിട്ടാണെങ്കിലും ഇതിൻ്റെ പ്രിൻ്റ് എടുക്കാം, കളർ പ്രിൻ്റ് എടുക്കാൻ പറ്റും. സ്റ്റുഡിയോയിലോ സ്വന്തമായിട്ട് പ്രിൻ്റർ ഉണ്ടെങ്കിൽ പ്രിൻ്റ് ഇട്ട് നമുക്ക് കളർ പ്രിൻ്റ് എടുക്കാൻ പറ്റും. എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് വിസിറ്റിംഗ് കാർഡ് അത് യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും കൂട്ടുകാർക്കോ വെബ്സൈറ്റിലോ വാട്സപ്പിലോ നമ്മുടെ വിസിറ്റിംഗ് കാർഡ് ആഡ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ ഫേസ്ബുക്കിലോ വാട്സപ്പിലോ എവിടെ വേണമെങ്കിലും ആഡ് ചെയ്യാൻ പറ്റും, ഷെയർ ചെയ്യാൻ പറ്റും. ഓക്കെ. എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതായി കരുതുന്നു. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതിനോടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ എല്ലാത്തിൻ്റെയും നോട്ടിഫിക്കേഷൻ ആ നേരം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, ബായ്.